ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ സഹായ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആറ്റത്തെ പഠിച്ചു തുടങ്ങിയിരുന്നു അല്ലേ? അപ്പോൾ ആറ്റത്തിൻ്റെ ആദ്യ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ആ ആദ്യ പാർട്ട് എല്ലാവരും കൃത്യമായി കാണണം. കാരണം അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും കൃത്യമായി ബോർഡിലേക്ക് നോക്കുകയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിനെ കുറിച്ചും പ്രോട്ടോണിനെ കുറിച്ചും ന്യൂട്രോണിനെ കുറിച്ചും പഠിച്ചിരുന്നു അല്ലേ? എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള PSC ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഏവരും കൃത്യമായിട്ട് ബോർഡിലേക്ക് നോക്കിയേ. നോക്കൂ, ഞാൻ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണമേതെന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണമേതെന്ന് ചോദിക്കുന്നു. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് ബോർഡിലുണ്ട്. ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ID കാർഡ് മറന്നുപോലെ. ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? സെയിം അത് തന്നെയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാറ്റത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫാക്ടർ എന്നല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ അർത്ഥം മനസ്സിലാക്കുക. കേരള PSCൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനാണ്, മെയിൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. പറഞ്ഞതുപോലെ അപ്പോൾ ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആരാണ്? പ്രോട്ടോൺ. ആരാണ്? പ്രോട്ടോൺ. ഓപ്ഷൻ A ഈസ് അവർ കറക്റ്റ് ആൻസർ. പഠിക്കുമോ? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? പ്രോട്ടോൺ ആണ്. പഠിപ്പിച്ചിരുന്നേ. ആരാ പ്രോട്ടോണിന്റെ പിതാവ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രോട്ടോണിന്റെ പിതാവ് ആരാ? പഠിപ്പിച്ചിട്ടുണ്ടേ. ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയല്ലേ? ആരായിരുന്നു പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1920. മറന്നുപോലെ. കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1920. ആരാ പിതാവ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയല്ലേ? പഠിപ്പിച്ചു. അപ്പോൾ അന്ന് നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ID കാർഡ് എന്നറിയപ്പെടുന്ന ആരാടേ? പ്രോട്ടോൺ. ഒരാറ്റത്തിൻ്റെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ വിരൽ അടയാളം എന്നറിയപ്പെടുന്ന ആരാടേ? പ്രോട്ടോൺ. പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത പോയിന്റ് വായിച്ചു നോക്കുക. ഒരു ഇലക്ട്രോൺ ഓപ്ഷനിലുണ്ടല്ലേ? എന്തായിരുന്നു ഇലക്ട്രോണിന്റെ ചോദ്യം? ബോർഡിലേക്ക് നോക്കുക. ഒരാറ്റത്തിലെ ഏറ്റവും ചെറിയ കണം. ഓക്കെ അല്ലേ? ഒരാറ്റത്തിലെ ബോർഡിലേക്ക് നോക്കുക. ഒരാറ്റത്തിലെ ഏറ്റവും ചെറിയ കണം ആരാടേ? ഇലക്ട്രോൺ. മറന്നുപോലെ. ഒരാറ്റത്തിലെ ഏറ്റവും ചെറിയ കണമാരാടെ? പഠിപ്പിച്ചു. ഇലക്ട്രോൺ. ശരിയല്ലേ? ന്യൂട്രോണിൻ്റെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞേ. ഒരാറ്റത്തിലെ സൈസ് വെച്ച് ഏറ്റവും വലിയ കണമാരാടെ? ന്യൂട്രോൺ. മറന്നുപോലെ. സൈസ് വെച്ച് ഏറ്റവും വലിയ കണമാരാടെ? ന്യൂട്രോൺ. ക്ലിയർ ആണ്? ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. മുൻകാല അല്ലെങ്കിൽ കഴിഞ്ഞ ആറ്റത്തിൻ്റെ പാർട്ട് 1 കൃത്യമായി കണ്ടു നോക്കിയാൽ അതിൻ്റെ ആൻസറുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പൊക്കോട്ടെ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ A. ഒരാറ്റത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആരാടേ? പ്രോട്ടോൺ. മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. നോക്കൂ, കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ചൊരു ചോദ്യമാണ്. നോക്കണേ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? PQ ആണ്. ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS 2023 യൂണിവേഴ്സിറ്റി LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ആധുനിക ആറ്റം സിദ്ധാന്തം പിതാവാരാടേ? തെറ്റിപ്പോലെ. സയന്റിസ്റ്റിന്റെ പേരെന്താ? ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ B ഈസ് അവർ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? ഓപ്ഷൻ B ആണേ. ജോൺ ഡാൾട്ടൺ. കിട്ടിയായിരുന്നോടെ? ഓപ്ഷൻ B. തിരിഞ്ഞു പോകരുത്. അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള സയന്റിസ്റ്റുമാർ ആശയങ്ങൾ നമ്മൾ ഇന്ന് തന്നെ പഠിക്കും. കാരണം ഇതിനകത്ത് ഇനി ഓപ്ഷൻ B ഉണ്ട്. D നമ്മൾ ഇന്ന് പഠിക്കും കേട്ടോ. കാരണം ഒരു ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അത് എത്രാമത്തതാ? 2ാം സൗരയൂഥ മാതൃക. ഒരാറ്റത്തിൻ്റെ 2ാം സൗരയൂഥ മാതൃക. മറന്നുപോലെ. ഒരാറ്റത്തിൻ്റെ 2ാം സൗരയൂഥ മാതൃകയുടെ പിതാവാരാടേ? നീൽസ് ബോർ. അതിൻ്റെ വർഷം ഏതാ? 1913. ഞാനിന്ന് പഠിപ്പിക്കുന്നത് ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കണേ. ഇനി ഏണസ്റ്റ് റൂദർഫോർഡ് ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഒരാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കുമേ ആദ്യ സൗരയൂഥ മാതൃക. ഒരാറ്റത്തിൻ്റെ ആദ്യ സൗരയൂഥ മാതൃകൻ്റെ പിതാവാരാടേ? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷമേറ 911. ഇന്ന് പഠിക്കുവേ. അടുത്ത ആരാടേ? JJ തോംസൺ. അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പേര് പറ. പ്ലം പുഡിംഗ് മോഡൽ. വാട്ടർ മെലോൺ മോഡൽ. ശരിയല്ലേ? പ്ലം പുഡിംഗ് മോഡൽ. ഒരാറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്ന വർഷം ഏതാണ്? 1897. കണ്ടോ? നമ്മളെല്ലാം പഠിക്കുന്നുണ്ടേ. നോക്കൂ, ഇതിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ B. ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ആധുനിക ആറ്റോമിക് സിദ്ധാന്തം എന്ന ആശയത്തിൻ്റെ പിതാവ്. മറന്നു പോകല്ലേ. അടുത്തതാ ബോർഡിലേക്ക് നോക്ക്. തോംസൺ പ്ലം പുഡിംഗ് മോഡൽ 1898. പ്ലം പുഡിംഗ് മോഡൽ 1898. തിരിയല്ലേ? 98 ആണ്. കാരണം ഞാൻ പറഞ്ഞുതരാം.
തോംസണ് 2 വർഷവും ബന്ധമുണ്ട്. 98 തോംസണ് ബന്ധമുണ്ട്, 97 തോംസണ് ബന്ധമുണ്ട്. 98 തോംസണും തമ്മിൽ എന്താ ബന്ധം? 98 തോംസൺ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത്. എങ്കിൽ അതേ തോംസൺ തന്നെയാണ് 97 ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. മറന്നുപോലെ 97 ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരെ? 1897 ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരാ? സെയിം നമ്മുടെ തോംസൺ തന്നെയാണ്. ആരാത്? ജെ തോംസൺ. മറന്നുപോലെ, തിരിഞ്ഞു പോകല്ലേ, തെറ്റിപ്പോകല്ലേ, ജെ തോംസൺ. ഓക്കെ അല്ലേ? അപ്പോൾ തോംസൺ തന്നെയാണ് 97 ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു, ജെ തോംസൺ. മറന്നുപോലെ 97 ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരാണ്? അത് ജെ തോംസൺ ആണ്. എന്നാൽ 98 ആറ്റവുമായി ബന്ധപ്പെട്ട് പ്ലം പുഡിംഗ് മാതൃക എന്നൊരു ആശയം നമ്മൾ ഇന്ന് പഠിക്കും കേട്ടോ. പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ച ആരാ? 98 ജെ തോംസൺ. വർഷങ്ങൾ തിരിയല്ലേ? 97 തോംസൺ ഇലക്ട്രോൺ, 98 തോംസൺ പ്ലം പുഡിംഗ് മാതൃക. വാട്ടർ മെലോൺ മോഡൽ. ക്ലിയർ അല്ലേ? ക്ലിയർ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. ഡാൾട്ടൺ നമ്മുടെ ആൻസറായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാം സൗരയൂഥ മാതൃക 913 ഇന്ന് പഠിക്കും. ആദ്യ സൗരയൂഥ മാതൃക 911 നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് ഇന്ന് പഠിക്കും. മുന്നോട്ട് പോണേ. റൈറ്റ്. അടുത്ത ബോളിലേക്ക് നോക്കിയടേ. അപ്പോൾ അടുത്ത ബോളിലേക്ക് നോക്കുക. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ബോളിലേക്ക് നോക്കാം. നോക്കൂ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു. അടുത്തത് ആണിത്. ഒന്ന് ബോർഡിലേക്ക് നോക്കി. ആ ബോർഡിൽ പറയുന്നു, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ. നമുക്കറിയാം, ഒരാറ്റത്തിന്റെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആരാണ്? ഇലക്ട്രോൺ. മറന്നുപോലെ, ഏതൊരാറ്റം? ഒരാറ്റത്തിന്റെ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആരാണ്? ഇലക്ട്രോൺ. ശരിയല്ലേ? സോ അവർ ആൻസർ വാസ് ഓപ്ഷൻ എ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരാറ്റത്തിന്റെ രാസപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആരാ? ഇലക്ട്രോൺ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മൂലകങ്ങളും എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാം? നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നേടിയെടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ക്ലിയർ ആണേ? അപ്പോൾ ഓപ്ഷൻ എ. മുന്നോട്ട് പോകണേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് കണ്ടു നോക്കുക. എന്നാൽ മാത്രമേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്ന് നോക്കിക്കോണേ. മെയിൻസ് ആണേ. അപ്പോൾ 10th മെയിൻസിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യമാണേ. ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അതായത് 10th മെയിൻസ് നോക്കണേ. ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നു. ഒന്ന് ബോർഡിലേക്ക് നോക്കിയടേ. ഒന്നാമത്തെ പ്രസ്താവന, ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? ഇലക്ട്രോൺ. ശരിയാണോ? ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ന്യൂക്ലിയോൺസും മാസ് നമ്പർ ഒന്നാണോ? തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പഠിക്കും. ന്യൂക്ലിയോൺസും മാസ് നമ്പർ ഒരേ അർത്ഥമാണ്. ഇങ്ങോട്ട് എഴുതാവേ. ന്യൂക്ലിയോൺസ് ഈക്വൽ ടു മാസ് നമ്പർ. ന്യൂക്ലിയോൺസ് ആർക്ക് തുല്യമാണ്? മാസ് നമ്പറിന് തുല്യമാണ്. ന്യൂക്ലിയോൺസും മാസ് നമ്പറും ഒരേ അർത്ഥമാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണെന്ത്? അതിൻ്റെ മാസ് നമ്പർ. ശരിയല്ലേ? അടുത്ത വായിച്ചു നോക്ക്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ്. ശരിയല്ലേ? റൂദർഫോർഡ് ആണോ? കറക്റ്റാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആദ്യ 3 പ്രസ്താവനയും ശരിയാണ്. നെഗറ്റീവ് ചാർജുള്ള കണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ശരിയാണ്. ന്യൂക്ലിയോൺസും മാസ് നമ്പറും ഒരേ അർത്ഥമാണ്. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ശരിയല്ലേ? എങ്കിൽ അടുത്ത പോയിന്റ് ബോർഡിലുണ്ട്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാർ. ഒന്നുകൂടെ പരിശോധിച്ചേ. എന്താ പറഞ്ഞത്? ഒരേ അറ്റോമിക് നമ്പർ സെയിം അല്ലേ? ലാസ്റ്റ് പ്രസ്താവന നോക്കണേ. സെയിം അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും അതുപോലെ തന്നെ വ്യത്യസ്ത മാസ് നമ്പർ, ഡിഫറൻറ്റ് മാസ് നമ്പർ. ശരിയല്ലേ? ബോർഡിലേക്ക് നോക്കുക. ഒരേ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസം. ശരിയല്ലേ? വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാർ. ആണോ? അല്ല. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അത് ഞാൻ ഇന്ന് പഠിപ്പിക്കത്തേ ഉള്ളൂ. സംഭവം എന്താണ്? അത് ഐസോബാർ അല്ല, അത് ഐസോട്ടോൺ അല്ല, അത് ഐസോട്ടോപ്പാണ്. തീർച്ചയായിട്ടും അതിന് ആൻസർ ഏതാ? ഐസോട്ടോപ്പ്. അപ്പോൾ നോക്കൂ, അറ്റോമിക് നമ്പറുകൾ ഒരേപോലെ വരികയും മാസ് നമ്പറുകൾ വ്യത്യാസമാവുകയും ചെയ്യുന്ന മൂലകങ്ങളെ നമുക്ക് ബേസിക്കലി എന്ത് വിളിക്കുകയാണ്? ഐസോടോപ്പ് എന്ന് വിളിക്കാം. ഐസോബാർ എന്ന് വിളിക്കരുത്, ഐസോടോപ്പ് എന്നേ വിളിക്കാവൂ. ഇന്ന് പഠിച്ചേക്ക് നമ്മൾ ബോർഡിലേക്ക് നോക്കുക. അപ്പോൾ ഇതിൽ തെറ്റേതാ? 4 മാത്രം.
നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്ന് ബോളിലേക്ക് നോക്കിക്കോണേ. ഫോർത്ത് 4 മാത്രമാണ് തെറ്റ്. കിട്ടിയായിരുന്നോ? 4 മാത്രമാണ് തെറ്റ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡി ഡി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞു. നമ്മൾ ഈ ടോപ്പിക്കിനെ എടുത്തതിന് ശേഷം ഒന്നുകൂടെ തിരിച്ചു വരും. നമ്മൾ ഈ ടോപ്പിക്കിനെ ഇന്ന് തന്നെ എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇതിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതിനെ ഒന്നുകൂടെ നിങ്ങൾ തനിയെ ആൻസറിനെ കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോകണേ നമ്മൾ. ശരി, അടുത്ത വീണ്ടും പരിചയപ്പെടുക. അടുത്ത നമ്മൾ ഇത് നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ? ഒരാറ്റത്തിനെ ന്യൂക്ലിയസ് എന്നാ ബോളിലേക്ക് നോക്കുക. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിയ. മറന്നു പോകല്ലേ? ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. നടുക്കാരുണ്ട്, ന്യൂക്ലിയസ് ചുറ്റുമാരി കിടന്ന് കറങ്ങുന്നു, ഇലക്ട്രോൺസ്. സോ ഓപ്ഷൻ സി. മറന്നു പോകല്ലേ? ആൻസർ ഏതാ? ഓപ്ഷൻ സി. ശരിയല്ലേ? ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഇലക്ട്രോൺ സി. മുന്നോട്ട്. അടുത്ത് നോക്കൂ. ഒരു പ്രസ്താവന. ഇതറിയാലോ, ഇപ്പം എല്ലാം പ്രസ്താവന ചോദ്യങ്ങളാണ്. ഇതൊക്കെ മെയിൻസിനാണ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരാറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. എന്താ? ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നോക്ക്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണോ? ശരിയാണ്, കറക്റ്റാണ്. രണ്ടാമത്തെ പഠിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടോണിന് ചാർജ് ഉണ്ടോ? ഉണ്ട്, പോസിറ്റീവാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഇത് തെറ്റാണ്. അടുത്ത പ്രോട്ടോണിന് ചാർജ് പോസിറ്റീവ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അടുത്ത ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ല, ചാർജ് ഇല്ല. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോയിന്റ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പ്രോട്ടോണിന് പോസിറ്റീവ് ആണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ ദാണ്ടേ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇതിൽ ശരി ഏതാ? 1ഉം 3ഉം. ആൻസർ ഉണ്ടോ? അതാണ് ഓപ്ഷൻ എ. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ പോയിന്റ് ആണ്. ഓപ്ഷൻ എ ഈസ് അവർ പെർഫെക്റ്റ് ആൻസർ. മറന്നുപോകല്ലേ? നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. തെറ്റിപ്പോകല്ലേ, തിരിഞ്ഞു പോകല്ലേ, ക്ലിയർ കട്ട്. മുന്നോട്ട് പൊക്കോട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊക്കെ ആൻസർ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് കണ്ടേ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലാസ്സിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. കാരണം ഇതൊരു കൺസെപ്റ്റാണ്. ഞാൻ ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു വെച്ചേക്കാം അല്ലേ? നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവർ നോക്കണേ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? മറന്നുപോകല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പിനെ പരിചയപ്പെടാൻ നിൽക്കട്ടെ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കിട്ടിയോ? 4 ഓപ്ഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. നമുക്ക് അവസാനം അതിലേക്ക് വരാം കേട്ടോ. ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ആരംഭിക്കാം. മുകളിലേക്ക് നോക്കിയിടേ. അപ്പോൾ ഐസോടോപ്പിന് ഉദാഹരണം ആ ചോദ്യം മനസ്സിൽ വെച്ചിരിക്കുക. ലാസ്റ്റ് നമ്മൾ അതിലേക്ക് വരുന്നതായിരിക്കും. ഈ സയന്റിസ്റ്റിനെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? പരിചയപ്പെട്ടയുടെ ഏണസ്റ്റ് റൂദർഫോർഡ്. മറന്നുപോകല്ലേ? സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേ. നമുക്ക് 6 പോയിന്റ് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ആരുടെ പിതാവ്? പ്രോട്ടോൺ. മറന്നുപോകല്ലേ? ഇദ്ദേഹമാണ് ആരുടെ പിതാവ്? പ്രോട്ടോണിന്റെ പിതാവ്. ശരിയാണോ? രണ്ടാമത്തെ പോയിന്റ്, ഇദ്ദേഹമാണ് ആരുടെ പിതാവ്? ന്യൂക്ലിയസ്. ഒരാറ്റം എടുത്താൽ നടുക്കാറുണ്ട്. പഠിപ്പിച്ചിരുന്നു. ഒരാറ്റം എടുത്താൽ നടുക്കാറുണ്ടേ. നടുക്ക് ന്യൂക്ലിയസ് അല്ലേ? ശരിയല്ലേ? ന്യൂക്ലിയസ് ആണോ? തീർച്ചയായിട്ടും. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? P+N. P ആരാടേ? പ്രോട്ടോൺ. N ആരാടേ? ന്യൂട്രോൺ. ശരിയല്ലേ? ഒരാറ്റം എടുത്താൽ നടുക്കാറുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? P+N. P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സെറ്റാണ്. ഇതിനകത്ത് ഈ ന്യൂക്ലിയസിന്റെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന്റെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. സെറ്റാണ്. ഓക്കെ അല്ലേ? ഇതാ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഒരു ആറ്റം എടുത്താൽ അല്ലെങ്കിൽ നമ്മളെ ഫിസിക്സും കെമിസ്ട്രിയുമായി പഠിക്കും. 3 തരത്തിലുള്ള റേഡിയേഷനാണ്. ഒന്നാമത്തേതാണ് ആൽഫ റേഡിയേഷൻ. രണ്ടാമത്തേതാണ് ബീറ്റ റേഡിയേഷൻ. മറന്നുപോകല്ലേ? ഒന്നാമത്തേതാണ് ആൽഫ റേഡിയേഷൻ, രണ്ടാമത്തേതാണ് ബീറ്റ റേഡിയേഷൻ. നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. ഏതൊക്കെ? ആൽഫ, ബീറ്റ, ഗാമ. അതിൽ ആൽഫ റേഡിയേഷന്റെ പിതാവാണ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ബീറ്റന്റെ പിതാവ് ആരാ? അത് ഏണസ്റ്റ് റൂദർഫോർഡ്. മറക്കല്ലേ? ഒരൊറ്റ പോയിന്റ് കൂടെ ഒന്ന് ബോളിലേക്ക് നോക്കിയടേ. നമുക്ക് നോക്കാം. ഈ ആൽഫേന്റെ പിതാവ് ആരാ?
സമ്മതിച്ചു ഏണസ്റ്റ് റൂദർഫോർഡ്. എങ്കിൽ ബോർഡിലേക്ക് നോക്കണേ. ഈ ആൽഫേൻ്റെ സ്പീഡ് പറയുമ്പോൾ നിങ്ങൾ, ആൽഫ റേഡിയേഷൻ്റെ സ്പീഡ് പറയുമ്പോൾ നിങ്ങൾ 15 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയിട്ടുണ്ടോ? ആൽഫേൻ്റെ സ്പീഡ് പറയുമ്പോൾ 15 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ബീറ്റ ആണെങ്കിലോ തരുമോ? എന്താ ബോർഡിലേക്ക് നോക്കിയടേ. 27 ഇൻറ്റു 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. കിട്ടിയായിരുന്നോ? നിങ്ങൾ സെറ്റാണോ? അപ്പോൾ ഒന്നുകൂടെ പഠിച്ചേ മക്കളെ. ആൽഫ റേഡിയേഷൻ്റെ വേഗത പറഞ്ഞേ 15 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ആൽഫേൻ്റെ പിതാവാര ഏണസ്റ്റ് റൂദർഫോർഡ്. പഠിച്ചു എഴുതി പഠിക്കണേ. 10ൻ്റെ പവറുണ്ട്. അടുത്ത എന്താ? ബീറ്റ റേഡിയേഷൻ. ആരാ ബീറ്റേൻ്റെ പിതാവ്? ഏണസ്റ്റ് റൂദർഫോർഡ്. എങ്ങനെയാ സ്പീഡ് അല്ലെങ്കിൽ വേഗത? 27 ഇൻറ്റു 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. പഠിച്ചേ ഒരൊറ്റ പോയിന്റിയുടെ ബോളിലേക്ക് നോക്കിയേ. നമ്മളെപ്പോഴും ആൽഫേനെ പറയുമ്പോൾ കൂടെ ആരെ പറഞ്ഞേ പറ്റൂ? ബീറ്റനെ പറയുമ്പോൾ ആരെ പറഞ്ഞേ പറ്റൂ? ഗാമ. ഒന്ന് ബോളിലേക്ക് വന്നേ. ഗാമ റേഡിയേഷൻ്റെ പിതാവാരാ? എന്നാ നോക്കണേ, ബോളിലേക്ക് നോക്കുക. ആ ഗാമ റേഡിയേഷൻ്റെ പിതാവാരാ? ഗാമേൻ്റെ പിതാവാണ് പോൾ യു വില്ലിയാർഡ്. പഠിക്കുവോ? ഗാമേൻ്റെ പിതാവാരാ? പോൾ യു വില്ലിയാർഡ്. ഗാമ റേഡിയേഷൻ്റെ പിതാവ് പോൾ യു വില്ലിയാർഡ്. ഗാമേൻ്റെ സ്പീഡ് എങ്ങനെയാണ്? 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. കിട്ടിയായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്തേടേ. ഗാമേൻ്റെ പിതാവാരാം? ഗാമ 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഗാമ റേഡിയേഷൻ്റെ പിതാവാരാടേ? പോൾ യു വില്ലിയാർഡ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഗാമ റേഡിയേഷൻ്റെ പിതാവാരാ? പോൾ യു വില്ലിയാർഡ്. ഗാമേൻ്റെ സ്പീഡ്. ഈ സ്പീഡ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ സ്പീഡിന്? ഈ സ്പീഡുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി? നോക്കൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ഗാമയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ടടേ. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. കിട്ടിയായിരുന്നു? അപ്പോൾ ഗാമയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റുകൾക്ക് തുല്യമല്ലേ? തീർച്ച. നോക്കൂ. അപ്പോൾ റേഡിയേഷനെ പ്രധാനമായും 3ആയി തിരിക്കാം. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏണസ്റ്റ് റൂദർഫോർഡിനെ പറ്റിയാണ്. അവിടെ ആൽഫയും ബീറ്റയും ഗാമയും ഉണ്ട്. ആൽഫേൻ്റെ സ്പീഡ് എങ്ങനെ? 15 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ബീറ്റ 27 ഇൻറ്റു 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഗാമ 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. ഗാമേൻ്റെ പിതാവാര? പോൾ യു വില്ലിയാർഡ്. ഗാമേൻ്റെ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എങ്ങനെയാണ്? കിട്ടിയിരുന്നു. എന്നാൽ ഗാമയുടെ സ്പീഡ് ആർക്ക് തുല്യമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദി ലൈറ്റ്. അപ്പോൾ ഗാമയുടെ സ്പീഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദി ലൈറ്റ്. ലൈറ്റുകളുടെ സ്പീഡിന് തുല്യമാണെന്ത്? ഗാമയുടെ സ്പീഡ്. സെറ്റാണോ നിങ്ങൾ? സെറ്റാണ്. വന്നേ. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരെ പറ്റി? റൂദർഫോർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പോയിന്റ് പറയട്ടെ. മുകളിലേക്ക് നോക്കുക. റൂദർഫോർഡിൻ്റെ അടുത്ത പോയിന്റ് നോക്കൂ. ആറ്റത്തിൻ്റെ നല്ലൊരു പോയിന്റാണേ. ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ. സ്റ്റാർ ചെയ്ത് പഠിച്ചേ. ഇതാ ബോർഡിലുണ്ട്. ഒരാറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചു. ഏതാ വർഷം? 1911. ഒന്നുകൂടെ നോക്കൂ. ഒരാറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചു. ആരാത്? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷം ഏതാടേ? 1911. സെറ്റാണോ? വന്നേ. ഒന്ന് ആലോചിച്ചേ. ഇവിടെ ഒരു ആറ്റം എടുത്ത നടുക്കാരുണ്ട്. നിങ്ങൾ നോക്കി. ഒരാറ്റം എടുത്ത നടുക്കാരുണ്ട്. നടുക്കാരാടേ? ന്യൂക്ലിയസിനകത്താരൊക്കെയുണ്ട്? P+N, P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺ. ശരിയല്ലേ? ഒരു ആറ്റം എടുത്ത നടുക്കാരാടേ? ന്യൂക്ലിയസിനകത്താരൊക്കെയുണ്ട്? P+N, P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? കറക്റ്റ്. ഈ ഫിഗർ ആർക്ക് തുല്യമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയുധം. മറന്നു പോകല്ലേ. ഈ ഒരു ഫിഗർ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയുധത്തിന് തുല്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു സോളാർ സിസ്റ്റം എടുത്താൽ നടുക്കാരുണ്ട്. സൂര്യൻ. ചുറ്റും ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ശരിയല്ലേ? അതിന് സമാനമല്ലേ ഇത്? ഇത് നടുക്കാരുണ്ട്. ന്യൂക്ലിയസ്. ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരാറ്റത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് സമാനമാണെന്ന് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞത് ആരാടേ? ആദ്യം ഏണസ്റ്റ് റൂദർഫോർഡ്. നോക്കിക്കോണേ. അപ്പോൾ നോക്ക്. ബോർഡിലുണ്ട്. ഒരാറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായി കൊണ്ടുവന്നു. മറന്നുപോകല്ലേ. ഒരാറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായിട്ട് കൊണ്ടുവന്നു ആരാടേ? ഏണസ്റ്റ് റൂദർഫോർഡ്. വർഷം പറഞ്ഞാടേ? 1911. ഇനിയൊരു ചോദ്യം ഇതാണ്. ഈസ് ഇറ്റ് എ ഫെയിലുവർ ഓർ സക്സസ്ഫുൾ?
ഇത് വിജയിച്ചായിരുന്നോ അതോ പരാജയപ്പെട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈസ് ഇറ്റ് എ ഫെയിലുവർ ഓർ സക്സസ്ഫുൾ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പരാജയപ്പെട്ടു. അപ്പോൾ ഇത് എവിടെ കൊണ്ടുവച്ചു? IUPACയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കാം. IUPACയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഇത് IUPACയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോട് കുറേ സയൻറ്റിസ്റ്റുമാരെ കുറേ ഡൗട്ടുകൾ ചോദിച്ചു. നമുക്കറിയാമല്ലോ, നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എന്ത് കൺസെപ്റ്റ് കണ്ടുപിടിച്ചാലും അവിടെ കൊണ്ടുവെക്കണം IUPACയിൽ. അപ്പോൾ IUPAC എന്ത് ചെയ്യും? അവിടെ എല്ലാ സയൻറ്റിസ്റ്റുമാരോടെ ചേർന്ന് കുറേ ഡൗട്ടുകളൊക്കെ ചോദിക്കും. ആ ഡൗട്ടുകൾക്ക് പ്രോപ്പറായി മറുപടി കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ IUPAC ഇതിനെ അപ്രൂവ് ചെയ്യുകയുള്ളൂ. ശരിയാണോ? അതുപോലെ തന്നെ നമ്മുടെ റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആദ്യ സൗരയൂഥ മാതൃക എവിടെ കൊണ്ടുവച്ചു? അദ്ദേഹത്തിൻ്റെ ആദ്യ സൗരയൂഥ മാതൃക എവിടെ കൊണ്ടുവച്ചു? അത് അദ്ദേഹം IUPACയിൽ കൊണ്ടുവെക്കുന്നു. IUPACയിൽ കൃത്യമായി ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്ന വഴിക്ക് ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം കുറേ ഡൗട്ടുകൾ ചോദിച്ചു. ഈ ഡൗട്ടുകൾക്കൊന്നും പ്രോപ്പറായി റിപ്ലൈ കൊടുക്കാൻ ആരെ കൊണ്ട് കഴിയുന്നില്ല? റൂദർഫോർഡിനെ കൊണ്ട് കഴിയുന്നില്ല. ഒന്നുകൂടെ ആലോചിക്കണേ. ഏണസ്റ്റ് റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ 1911 ആദ്യ സൗരയൂഥ മാതൃക IUPACയിൽ കൊണ്ടുവച്ചു. അവിടെ കുറേ സയൻറ്റിസ്റ്റുമാർ ഡൗട്ടുകൾ ചോദിച്ചു. ഒരുവിധം എല്ലാം റിപ്ലൈ കൊടുത്തു. എന്നാൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല. അതായത് ആ സയൻറ്റിസ്റ്റ് എന്തായിരുന്നു ചോദിച്ച ക്വസ്റ്റ്യൻ? സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒരാറ്റത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സയൻറ്റിസ്റ്റ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിനെ ഒരു പരാജയമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു ആ സയൻറ്റിസ്റ്റ്? പറഞ്ഞേ. +1 NCERTയിൽ മാത്രമേ ഉള്ളേ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. മറന്നു പോകല്ലേ നിങ്ങൾ. ആ ബോർഡിലുണ്ട്. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. നോക്കണേ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ ആദ്യ സൗരയൂഥ മാതൃക പരാജയപ്പെട്ടത്. വന്നേ. അപ്പോൾ ആരാ മക്കളെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിസിക്സ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഫിസിക്സിലെ ലൈറ്റുമായി ബന്ധമുണ്ട്. ഫിസിക്സിലെ ലൈറ്റ്, ഇദ്ദേഹത്തിന് ഫിസിക്സിലെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പേരെന്താ? പറഞ്ഞേ. ബോർഡിലുണ്ട്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. ബോർഡിലുണ്ട്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. കിട്ടിയായിരുന്നു? വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം കിട്ടിയായിരുന്നു. ഇവിടെ ബോർഡിലേക്ക് നോക്കുക. ഒന്നുകൂടെ വായിച്ചു നോക്കിയടേ. ഇംഗ്ലീഷ് വേണോ? ചുമ്മാ ഇരിക്കട്ടെ. നോക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. എന്താ ഇംഗ്ലീഷിൽ പറയേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ശരിയല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ഓക്കെ അല്ലേ? അപ്പം നോക്കൂ, മലയാളത്തിൽ വിളിപ്പേരെന്താ? വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. ആരാ പിതാവ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഫിസിക്സിലെ ലൈറ്റുമായി ബന്ധപ്പെട്ട തിയറിയാണ് ഇത്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. ഇംഗ്ലീഷിൽ എന്താ വിളിപ്പേര്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ആരാ പിതാവ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കാണ് ഏണസ്റ്റ് റൂദർഫോർഡിന് 1911 മറുപടി കൊടുക്കാൻ കഴിയാതിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? റൂദർഫോർഡിൻ്റെ ആദ്യ സൗരയൂഥ മാതൃക വൻ പരാജയമായി പോയി. ക്ലിയർ അല്ലേ? ശേഷം രണ്ടാം സൗരയൂഥ മാതൃക കൊണ്ടുവന്ന ആരാണ്? ആലോചിച്ച് നിങ്ങൾ. 1913 ബോർഡിലേക്ക് നോക്കുക. 1913 രണ്ടാം സൗരയൂഥ മാതൃക കൊണ്ടുവന്നു. നോക്കി വെക്കണേ. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? രണ്ടാം സൗരയൂഥ മാതൃക. രണ്ടാം സൗരയൂഥ മാതൃക കൊണ്ടുവന്ന ആരാണ്? സയൻറ്റിസ്റ്റിൻ്റെ പേര് നോക്കുക. നീൽസ് ബോർ. ആരാത്? നീൽസ് ബോർ. ഏതാ വർഷം? 1913. ബോർഡിലുണ്ടേ. മറന്നു പോകല്ലേ. ഒന്ന് എഴുതി മാറ്റിക്കോണേ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച ക്വസ്റ്റ്യൻ ഇനിയും ചോദിക്കും. പഠിക്ക്. അപ്പം ഒരാറ്റത്തിൻ്റെ രണ്ടാം സൗരയൂഥ മാതൃകൻ്റെ പിതാവ് എന്താ? അത് നീൽസ് ബോർ. കൊണ്ടുവന്ന വർഷം ഏതാ? 1913. പഠിക്കുമോ? അപ്പോൾ അവിടുന്ന് മെയിൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടുകയാണ്. ഒന്നുകൂടെ നോക്കിക്കോണേ. ഒരാറ്റത്തിൻ്റെ ആദ്യ സൗരയൂഥ മാതൃകൻ്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. അത് കൊണ്ടുവന്ന വർഷം 1911. അത് പരാജയപ്പെട്ടോ? യെസ്, അത് പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാൻ കാരണമായിരുന്നു ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അദ്ദേഹം ആരാ?
അത് ഫിസിക്സിലെ വലിയൊരു തിയറി ഉണ്ട്. തിയറിൻ്റെ പേരെന്താ? വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ശേഷം നോക്കൂ, രണ്ടാം സൗരയൂഥ മാതൃക കൊണ്ടുവന്നു ആരാ? നീൽസ് ബോർ. വർഷമേത 913. അത് വിജയിച്ചോ? യെസ്, അതൊരു വിജയമായിരുന്നു കേട്ടോ. അത് വിജയിച്ചോ? ഇറ്റ് വാസ് ദി ഫസ്റ്റ് സക്സസ്ഫുൾ എന്ന് വെച്ചാൽ വിജയിച്ച ആദ്യ സൗരയൂഥ മാതൃക. മറന്നു പോകല്ലേ, ആ ബോർഡിലുണ്ട് വിജയിച്ച ആദ്യ സൗരയൂഥ മാതൃക. കിട്ടിയായിരുന്നു ഇവിടെ? വിജയിച്ച ആദ്യ സൗരയൂഥ മാതൃക ഏതാത്? നീൽസ് ബോർ. കിട്ടിയോ? അപ്പോൾ വിജയിച്ച ആദ്യ സൗരയൂഥ മാതൃക ഏതാത്? നീൽസ് ബോർ. ശരിയല്ലേ? വിജയിച്ച ആദ്യ, ഇപ്പൊ രണ്ടുപേര് സൗരയൂഥ മാതൃക കൊണ്ടുവന്നു, അതിൽ ഒരാളുടെ പരാജയപ്പെട്ടു. ആരാണ്? റുദർഫോർഡ്. എന്നാൽ വിജയിച്ച ആദ്യ സൗരയൂഥ മാതൃക എന്നൊരു ചോദ്യമുണ്ട്. പഴയ LDC മെയിൻസ്, 10th ലെവൽ LDC മെയിൻസ്, അതാരാ കൊണ്ടുവന്നത്? നീൽസ് ബോർ. വർഷമേത 913. പഠിച്ചോ? ഒരുപാട് ആശയങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നൊരു റഫായിട്ട് വെള്ള പേപ്പറിലേക്ക് എഴുതി മാറ്റിക്കോണേ. ഈ പോകുന്ന വഴിക്ക് ഈ പോയിന്റ് എല്ലാം കിടപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളും ഉണ്ട്. മുന്നോട്ട് പോവുകയാണ് ഞാൻ. റൈറ്റ്, അടുത്ത വീണ്ടും വായിച്ചു നോക്കിയടേ. ഇതാ മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഇതാ ബോർഡിലേക്ക് നോക്ക്. അടുത്ത മുന്നോട്ട് പോകുന്നു. സയന്റിസ്റ്റിന്റെ നമ്മൾ കണ്ട പോയിന്റ് അല്ലേ കുറച്ചു മുന്നേ? നമ്മുടെ ഗാമ റേഡിയേഷന്റെ പിതാവാര? പോളിയോ വില്ലിയാർഡ്. കുറച്ചു മുന്നേ എഴുതിയിരുന്നു, കുഴപ്പമില്ലല്ലോ. റൈറ്റ്, മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാണ്ടേ, കുറച്ചു മുന്നേ എഴുതിയ പോയിന്റ് കണ്ട ആൽഫ റേഡിയേഷന്റെ വേഗത. ഇവിടെ നമ്മൾ എത്ര എഴുതിയതാ ഓർക്കുന്നുണ്ടല്ലോ? 15 × 10⁻6 മീറ്റർ/സെക്കൻഡ്. അടുത്ത എന്താണ്? ബീറ്റയും ഗാമയും. ഓർക്കുന്നുണ്ടോ? ബീറ്റ എത്ര? 27 × 10⁻7 മീറ്റർ/സെക്കൻഡ്. അടുത്ത ഗാമ എന്താ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ശരിയല്ലേ? ആൽഫ 15 × 10⁻6 മീറ്റർ/സെക്കൻഡ്, ബീറ്റ 27 × 10⁻7 മീറ്റർ/സെക്കൻഡ്, ഗാമ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാ ഈ പോയിന്റ് നോക്കിക്കോണേ. ഇത് ന്യൂക്ലിയർ ഫിസിക്സ്, അതായത് ഒരേ സമയം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ടോപ്പിക്കാണ്. ഇപ്പം രണ്ടിടത്തും കാണാൻ കഴിയുന്നൊരു ചോദ്യമാണ്. മറന്നുപോകല്ലേ റുദർഫോർഡിൻ്റെ പോയിന്റ്. നമുക്ക് ആണവശാസ്ത്രത്തിൻ്റെ ലോകത്തിലെ പിതാവാണ് ആര്? ഏണസ്റ്റ് റുദർഫോർഡ്. എന്താ ആണവശാസ്ത്രം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ്? ന്യൂക്ലിയർ ഫിസിക്സ്. പരിചയപ്പെട്ടേ, ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ലോകത്തിലെ പിതാവ്. മറന്നു പോകല്ലേ, ഒന്നുകൂടെ പറയുന്നു. ഇവിടെ ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ലോകത്തിലെ പിതാവ്. ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന ആശയത്തിൻ്റെ ലോകത്തിലെ പിതാവിനെ കൊണ്ടുവന്നേ. ആരാ ലോകത്തിലെ പിതാവ്? ഏണസ്റ്റ് റുദർഫോർഡ്. എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ്? ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ. ശരിയല്ലേ? അതെ, ഞാനത് പോണ വഴിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണേത്? ന്യൂക്ലിയർ ഫിസിക്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ? ആണവശാസ്ത്രം. വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്. നമ്മൾ നേരത്തെ ആറ്റം വരച്ചില്ലേ, നടുക്ക് ന്യൂക്ലിയസ് ഇല്ലേ? ഇങ്ങനെ ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെക്കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണേത്? ന്യൂക്ലിയർ ഫിസിക്സ്. കഴിഞ്ഞു. അതായത് ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ആണവശാസ്ത്രം. സിമ്പിൾ അല്ലേ? ഇവിടെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണേത്? ന്യൂക്ലിയർ ഫിസിക്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ? ആണവശാസ്ത്രം. സെറ്റാണേ. നോക്കൂ, ഈ ആണവശാസ്ത്രത്തിൻ്റെ ലോകത്തിലെ പിതാവാണ് ആര്? ഏണസ്റ്റ് റുദർഫോർഡ്. എങ്കിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ്, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെക്കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ഇത്? ആണവശാസ്ത്രം. ശരിയല്ലേ? ആണവശാസ്ത്രം അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫിസിക്സ്. ഈ ആണവശാസ്ത്രത്തിന് ഇന്ത്യയിലെ പിതാവാരാടെ? ഹോമി ജെ ബാബ. പരിചയപ്പെട്ടെ? നോക്കൂ, ഈ ബോഡിയിലുണ്ട് ആണവശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാരാടെ? ഹോമി ജെ ബാബ. മറന്നുപോകല്ലേ, ആണവശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാരാടെ? ഹോമി ജെ ബാബ. സെറ്റാണേ. നോക്കൂ, ആണവശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാരാടെ? ഹോമി ജെ ബാബ. മറന്നുപോകല്ലേ. എങ്കിൽ അടുത്ത പോയിന്റ്, ആറ്റം ബോംബിൻ്റെ ഇന്ത്യയിലെ പിതാവാരാടെ? നോക്ക്, ഡോക്ടർ രാജാരാമണ്ണ. ആറ്റം ബോംബിൻ്റെ ഇന്ത്യയിലെ പിതാവാരാടെ? ഡോക്ടർ രാജാരാമണ്ണ. എങ്കിൽ നോക്കണേ, ഇതേ ആറ്റം ബോംബിൻ്റെ ലോകത്തിലെ പിതാവാരാടെ? റോബർട്ട് ഓപ്പൺഹൈമർ. സെറ്റാണോ? നോക്കൂ,
ആറ്റം ബോംബിൻ്റെ ഇന്ത്യയിലെ പിതാവാര? രാജാരാമണ്ണ. ആറ്റം ബോംബിൻ്റെ ലോകത്തിലെ പിതാവാര? റോബർട്ട് ഓപ്പൺഹൈമർ. ശരിയല്ലേ? എഴുതി മാറ്റിയോ? വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്. ആണവശാസ്ത്രം എന്ന ആശയത്തിൻ്റെ ഇന്ത്യയിലെ പിതാവും ഹോമിജെ ബാബ. എങ്കിൽ നോക്ക്, ആറ്റം ബോംബിൻ്റെ ഇന്ത്യയിലെ പിതാവ് ഡോക്ടർ രാജാരാമണ്ണ. എങ്കിൽ നോക്ക്, ആറ്റം ബോംബിൻ്റെ ലോകത്തിലെ പിതാവാരാടെ? റോബർട്ട് ഓപ്പൺഹൈമർ. മറന്നുപോകല്ലേ, റോബർട്ട് ഓപ്പൺഹൈമർ. എങ്കിൽ നോക്കണേ, ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം പറയുമോ? ഒരുപാട് തവണ PSCയിൽ ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വമാണിത്. മറന്നുപോകല്ലേ. എന്താ അത്? അണുവിഘടനം. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വമാണിത്. ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ വിളിപ്പേരെന്താ? അണുവിഘടനം. കിട്ടിയോ? ഇംഗ്ലീഷിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫിഷൻ. മലയാളത്തിൽ വിളിപ്പേരെന്താ? അണുവിഘടനം. കിട്ടിയോടെ? കിട്ടി. അപ്പോൾ നോക്കൂ, ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാടേ? ന്യൂക്ലിയർ ഫിഷൻ. മലയാളത്തിൽ എന്താ? അണുവിഘടനം. ക്ലിയർ ആണേ? അതാ ഒന്നുകൂടെ ബോർഡിലേക്ക് വന്നേ. ഈ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1939. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫിഷനെ കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1939. എന്താ 39ന്റെ പ്രത്യേകത? സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? 39ലാണ്. 39 45. 1939 മുതൽ 45 വരെയാണ് എന്ത്? സെക്കൻഡ് വേൾഡ് വാർ. മറന്നുപോകല്ലേ. അപ്പോൾ 1939 മുതൽ 45 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ശരിയാണ്. ആ സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിക്കാൻ ആറ്റം ബോംബിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിക്കുന്നത്. സോ പറയേണ്ടി വരും, ഫിഷൻ കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1939. ഇനി പറഞ്ഞില്ല, ആരാ ഫിഷൻ കണ്ടുപിടിച്ചത്? എന്താ ബോർഡിലുണ്ട്. ആരാ ഫിഷൻ കണ്ടുപിടിച്ചത്? 2 പേര് ചേർന്നാണ്. ആരൊക്കെയാ 2 പേര്? ഒന്നാരാ? ഓട്ടോ ഹാൻ. ബോർഡിലുണ്ടേ. ഒന്നാമത്തെ ആരാടേ? ഓട്ടോ ഹാൻ. രണ്ടാമത്തെ ആരാ? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. FRITZ STRASSMANN. പഠിക്കൂ നിങ്ങൾ. ബോർഡിലുണ്ട്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷന്റെ പിതാവാരാടേ? ഓട്ടോ ഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. കിട്ടിയോ? ഒന്നാരാടേ? ഓട്ടോ ഹാൻ. രണ്ടാരാടേ? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. FRITZ STRASSMANN. കിട്ടിയായിരുന്നു? ഒന്നാരാടേ? ഓട്ടോ ഹാൻ. രണ്ടാരാടേ? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ ആണ്. ഒന്നാരാ? ഓട്ടോ ഹാൻ. രണ്ടാരാം? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. സ്പെല്ലിംഗ് കിട്ടിയോടെ? FRITZ STRASSMANN. സെറ്റാണോ? ഫിഷൻ കണ്ടുപിടിച്ച വർഷം ഏതാ? 1939. ഫിഷന്റെ പിതാവാരാ? 2 പേര് ചേർന്നാണ്. ഓട്ടോ ഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സെറ്റാണ്. ക്ലിയർ. അപ്പോൾ അടുത്ത പോട്ടെ, മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാ പോയിന്റും നോക്കിക്കോണം, ഒന്നും കളയാനില്ല. പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് ഇതെല്ലാം ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് മുൻകാല ചോദ്യപേപ്പറിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ കാണാൻ കഴിയും. കാരണം ഈ ഒരു ടോപ്പിക്കിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഈ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരേപോലെ കെമിസ്ട്രിയിലും പഠിക്കണം, നമ്മൾ ഫിസിക്സിലും പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ന്യൂക്ലിയർ ഫിസിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അതിൽ കുറച്ച് ഫിസിക്സും ഉണ്ട്, കുറച്ച് കെമിസ്ട്രിയും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എവിടെ വേണമെങ്കിലും ചോദിക്കാം. അടുത്ത മുന്നോട്ട് പോകുന്നു. ഇതാ വായിച്ചു നോക്കിയടേ. ഹൈഡ്രജൻ ബോംബ്. ഇതാ ബോർഡിലുണ്ടേ. സ്പെല്ലിങ് ഇതാ നോക്കണേ ബോർഡിലേക്ക്. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്. നോക്കൂ, ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്. കിട്ടിയായിരുന്നോടെ? ആരാത്? എഡ്വേർഡ് ടെല്ലർ. മറന്നുപോകല്ലേ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്. സ്പെല്ലിംഗ് ഉണ്ടോടെ? എഡ്വേർഡ് ടെല്ലർ. കിട്ടിയായിരുന്നോടെ? ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്. മറന്നുപോകല്ലേ. ആരാത്? എഡ്വേർഡ് ടെല്ലർ. സെറ്റാണോടെ? എഡ്വേർഡ് ടെല്ലറാണ്. മുന്നോട്ട് പോയിക്കോട്ടെ. എന്താ പ്രവർത്തനത്വം? പറഞ്ഞേടേ. ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. കിട്ടിയായിരുന്നോടെ? ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. കിട്ടിയായിരുന്നോ? ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ വിളിപ്പേരെന്താ? അണുസംയോജനം. കിട്ടിയായിരുന്നോടെ? ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ വിളിപ്പേരെന്താ? അണുസംയോജനം. പഠിക്കൂടെ? അപ്പോൾ നോക്ക്, ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വമാണ് അണുസംയോജനം അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ. ആരാതിൻ്റെ പിതാവ്? എഡ്വേർഡ് ടെല്ലർ. ഒന്നുകൂടെ, എഡ്വേർഡ് ടെല്ലർ. കിട്ടിയോ? ഒന്നുകൂടെ ക്ലിയർ. ഒന്നുകൂടെ ആരാ? എഡ്വേർഡ് ടെല്ലർ. ഒരൊറ്റ പോയിന്റ് കൂടെ നോക്കിക്കോണേ. അതായത് സൂര്യൻ ഉൾപ്പെടെയുള്ള, ഒന്നുകൂടെ,
സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളിലെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാ? അണുസംയോജനം. അപ്പോൾ ഒന്നുകൂടെ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ദാ നോക്കിയേ, ദാ ബോർഡിലേക്ക് നോക്കിയേ, ദാണ്ട ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാ? അണുസംയോജനം. പഠിച്ചോ? എന്താ ഇംഗ്ലീഷിൽ വിളിപ്പേര്? ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താ വിളിപ്പേര്? ന്യൂക്ലിയർ ഫ്യൂഷൻ. കിട്ടിയായിരുന്നൂടെ? നോക്കണേ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളിലെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം അണുസംയോജനം, അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ. കിട്ടിയായിരുന്നൂടെ? ന്യൂക്ലിയർ ഫ്യൂഷൻ. മറന്നു പോകല്ലേ? എങ്കിൽ നോക്കുക, ഇത് അണുസംയോജനമാണെന്ന് തെളിയിച്ചത് ആരാടെ? സയൻറ്റിസ്റ്റിൻ്റെ പേരുണ്ടോ? ഹാൻസ് ബാത്തെ. പഠിച്ചേ, ആരാത്? ഹാൻസ് ബാത്തെ എന്നൊരു സയൻറ്റിസ്റ്റാണ്. തെളിയിച്ചതിന് ഹാൻസ് ബാറയ്ക്ക് നൊബൽ സമ്മാനം കിട്ടി. വർഷമുണ്ടോ? 1967. നോക്കടേ, ഞാൻ പറഞ്ഞില്ലേ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളിലെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാ? ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടുപിടിച്ചതിന് നമ്മുടെ ഹാൻസ് ബാറയ്ക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടുപിടിക്കുകയല്ല, ഈ ഉദാഹരണം കണ്ടുപിടിച്ച്. അപ്പോൾ സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം കണ്ടുപിടിച്ചത് ആരാടെ? ഹാൻസ് ബാത്തെ. ഇത് കണ്ടുപിടിച്ചതിന് ഹാൻസ് ബാറയ്ക്ക് നൊബൽ സമ്മാനം കിട്ടി. വർഷമുണ്ടോ? 1967. നമ്മുടെ പഴയ ഒരു LDC 2007. പഴയ 2007 LDC PQ ആണ്. പഴയ LDCൻ്റെ പഴയ ചോദ്യമാണ്. അപ്പോൾ നോക്കണേ, പഴയതും പുതിയതും എല്ലാം ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തകർത്ത് നമ്മൾ നോക്കും, കംപ്ലീറ്റ് നമ്മൾ നോക്കും. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് ഒന്ന് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ഓരോ പോയിന്റും ചെക്ക് ചെയ്യുക, ഓരോ പോയിന്റും എഴുതി പഠിക്കുക. സെറ്റാണേ? ക്ലിയർ ആണ്? ഇതാ അടുത്ത പോയിന്റ്. ഞാൻ ആ പോയിന്റൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പോയിന്റും നോട്ടിനകത്തുണ്ട്. ഞാൻ എഴുതുന്ന എല്ലാ വായിച്ചു നോക്കിയടേ. നമുക്ക് സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാടേ? അണുസംയോജനം. കിട്ടിയോ? അണുസംയോജനം. അത് കണ്ടുപിടിച്ചാരാടേ? ബോർഡിലുണ്ട്. ഹാൻസ് ബാത്തയാണ്. എങ്കിൽ ഈ ഹാൻസ് ബാത്തയ്ക്ക് നൊബൽ സമ്മാനം കിട്ടിയ വർഷം പറ. 1967. കിട്ടിയോ? കുറച്ചു മുന്നേ പറഞ്ഞില്ല, അത് തന്നെ. എല്ലാ പോയിന്റും നോട്ടിനകത്തുണ്ട്. നിങ്ങളൊന്ന് എഴുതി അങ്ങ് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആ ബോർഡിലേക്ക് നോക്കി. അടുത്ത പോയിന്റ് പരിചയപ്പെട്ടേ. നമ്മളെ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തായിരുന്നു? റുദർഫോർഡ്. ബോർഡിലേക്ക് നോക്കണേ. ഇതാ നോക്ക്, ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ, നമ്മുടെ റുദർഫോർഡില്ലേ, അപ്പോൾ ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിൻ്റെ പേരെന്താണ്? റൂദർഫോർഡിയം. സിമ്പൽ എന്താ? RF. അറ്റോമിക് നമ്പർ എത്ര? 104, 104. മറന്നു പോകില്ലേ? അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ ഓർമ്മയ്ക്കായുള്ള ആവർത്തന പട്ടികയിലെ മൂലകം ഏതാണ്? റൂദർഫോർഡിയം. സിമ്പൽ ഏതാ? RF. അറ്റോമിക് നമ്പർ എത്ര? 104, 104. സെറ്റാണോടെ? അപ്പം തിരിയല്ലേ? സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? ഏണസ്റ്റ് റുദർഫോർഡ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള ആവർത്തന പട്ടികയിലെ മൂലകം ഏതാണ്? റൂദർഫോർഡിയം. സിമ്പൽ ഏതാണ്? RF. അറ്റോമിക് നമ്പർ എത്രയാണ്? 104, 104. കിട്ടിയോ? ഒരൊറ്റ പോയിന്റും കൂടെ നോക്കണേ. ഇതുപോലെ നമ്മുടെ നീൽസ് ബോറിൻ്റെ ഓർമ്മയ്ക്കായുള്ള ആവർത്തന പട്ടികയിലെ മൂലകം ഏതാണ്? ബോറിയം. കിട്ടിയോ? ബോറിയമാണ്. സിമ്പൽ ഉണ്ടോടെ? BH. അറ്റോമിക് നമ്പർ തരുമോ? 107, 107. നമുക്കേ ലിസ്റ്റ് ഓഫ് അറ്റോം എന്ന് പഠിക്കാം കേട്ടോ. നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ മൂലകത്തിൻ്റെയും ലിസ്റ്റ് ഓഫ് അറ്റോം നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ പഠിക്കും, അല്ലെങ്കിൽ ആവർത്തന പട്ടികയിൽ പഠിക്കും. ഒന്നെങ്കിൽ ആറ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ആവർത്തന പട്ടിക അവിടെ പഠിക്കും. പക്ഷെ ഇത് പഠിച്ചേ പറ്റൂ, ചോദ്യമാണ്. കണ്ടോ? അപ്പം നമ്മുടെ റുദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കായുള്ള മൂലകം ഏതാ? അത് റുദർഫോർഡിയം. RF 104. എന്നാൽ നീൽസ് ബോർ എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കായുള്ള മൂലകം ഏതാ? ബോറിയം. BH 107, 107. പഠിച്ചല്ലോ. ഒരൊറ്റ പോയിന്റും കൂടെ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു കസിനുണ്ട്. ആരുടെ?
നമ്മുടെ റൂദർഫോർഡ്. അദ്ദേഹത്തിൻ്റെ കസിൻ്റെ പേരെന്താ? ഡാനിയൽ റൂദർഫോർഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കസിനുണ്ട്. കസിൻ്റെ പേരെന്താ? ബോർഡിലുണ്ടേ, ഡാനിയൽ റൂദർഫോർഡ്. കിട്ടിയായിരുന്നോ? ആരാത്? ഡാനിയൽ റൂദർഫോർഡ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പറ. ഇദ്ദേഹമാണ് നൈട്രജൻ മൂലകത്തിൻ്റെ പിതാവ്. മറന്നു പോവല്ലേ? ഇതാ ബോർഡിലുണ്ട്. ഇദ്ദേഹമാണ് നൈട്രജൻ മൂലകത്തിൻ്റെ പിതാവ്. കിട്ടിയായിരുന്നോടെ? ഇദ്ദേഹമാണ് നൈട്രജൻ മൂലകത്തിൻ്റെ പിതാവ്. കിട്ടിയോ? അപ്പോൾ തിരിയരുത്. ആറ്റം നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ 7 മാസ് നമ്പർ ഉണ്ടോ? 14. അപ്പോൾ ആറ്റോമിക് നമ്പർ 7 വരുന്ന മാസ് നമ്പർ 14 വരുന്ന ആറ്റോമിക് നമ്പർ 7 വരുന്ന മാസ് നമ്പർ 14 വരുന്ന മൂലകത്തിൻ്റെ പേരെന്താ? നൈട്രജൻ. ആ നൈട്രജൻ മൂലകത്തിൻ്റെ പിതാവാരാ? ഡാനിയൽ റൂദർഫോർഡ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 2 റൂദർഫോർഡ് ഉണ്ട്. ഒന്നാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മൂലകത്തിൻ്റെ പേരെന്താ? റൂദർഫോർഡിയം. സിമ്പൽ RF. ആറ്റം നമ്പർ 104. സെറ്റാണ്. തിരിച്ചു വന്നേ. അടുത്ത പരിചയപ്പെട്ടേ. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? നീൽസ് ബോർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2ാം സൗരയൂഥ മാതൃകൻ്റെ പിതാവ് നീൽസ് ബോർ. ആ ബോറിൻ്റെ ഓർമ്മയ്ക്കായുള്ള മൂലകം ഏതാണ്? അത് ബോറിയമാണ്. BH ആണ്. ആറ്റം നമ്പർ 107 ആണ്. 107. പഠിച്ചു. ഇനി വന്നേ, ഇതാ നോക്കൂ. നമ്മളിനി ഈ ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ ഒരു കസിൻ ഉണ്ട്. പേരെന്താ? ഡാനിയൽ റൂദർഫോർഡ്. അദ്ദേഹത്തിന് only 1 കോൺട്രിബ്യൂഷൻ, ഒരേ ഒരു കോൺട്രിബ്യൂഷൻ മാത്രം. അപ്പോൾ നിങ്ങൾ റൂദർഫോർഡ് എന്ന് പഠിക്കുമ്പോഴും 2 പേരെ സെപ്പറേറ്റ് പഠിക്കുവോ? ഒന്നാരാ? ഡാനിയൽ റൂദർഫോർഡ്. 2ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഡാനിയലിൻ്റെ കോൺട്രിബ്യൂഷൻ പറ. ഡാനിയൽ റൂദർഫോർഡ് നൈട്രജൻ മൂലകത്തിൻ്റെ പിതാവാണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 7. മാസ് നമ്പർ പറ. 14. സെറ്റാണ്. ക്ലിയർ ആണ്? റൈറ്റ്. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. ദാ നോക്കിയടേ, നമുക്ക് നോക്കാം. അടുത്ത നോക്കൂ. അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ പോയിന്റ് നോട്ടിനകത്തുണ്ട്. കാണാറങ്ങ് എഴുതി പഠിക്കുക കേട്ടോ. എല്ലാ പോയിന്റ് നോട്ടിലുണ്ട്. അടുത്ത പരിചയപ്പെടാം. ദാ നോക്കൂ. ഇനി വേണ്ടത് ആറ്റവുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ പരിചയപ്പെട്ടെ. ആറ്റവുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളെ പരിചയപ്പെട്ടാലോ? തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് വേർഡ് നോക്കിയടേ, അറ്റോമിക് നമ്പർ. നോക്കൂ എടേ, ഫസ്റ്റ് വേർഡ് നോക്ക്. അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ എന്താണ്? ക്യാപിറ്റൽ Z. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ എന്താണ്? ക്യാപിറ്റൽ Z ആണ്. നോക്ക്, ഒരാറ്റത്തിലെ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? അറ്റോമിക് നമ്പർ. ഒന്ന് ബോർഡിലേക്ക് നോക്കിയടേ. ഇവിടെ നമ്മളൊരു ആറ്റം എടുത്ത് നടുക്കാറുണ്ട്, ന്യൂക്ലിയസ് അല്ലേ? ഒരാറ്റം എടുത്താൽ നടുക്കാറുണ്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താരൊക്കെയുണ്ട്? P+N. അപ്പോൾ അതായത് ഒരാറ്റത്തിൻ്റെ നടുക്കാറുണ്ടേ ന്യൂക്ലിയസ്. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയടേ. നടുക്ക് ന്യൂക്ലിയസ് അല്ലേ? ഈ ന്യൂക്ലിയസിനകത്ത് P+N. നോക്കൂ, P ആരാടേ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ നോക്ക്, അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ ഏതാ? ക്യാപിറ്റൽ Z. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ. അതല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ. ഒരു സമയം ഒരാളെ എടുത്താൽ മതി. ഒന്നെങ്കിൽ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ, അതല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺ. ഒരു സമയം ഒരാളെ മാത്രം എടുത്താൽ മതി. നമുക്ക് അവരെ എന്ത് വിളിക്കാടേ? ആറ്റോമിക് നമ്പർ. സിമ്പൽ എന്താ? ക്യാപിറ്റൽ Z. മറന്നു പോകല്ലേ? സിമ്പൽ എന്താ? ക്യാപിറ്റൽ Z. കിട്ടിയോ? കിട്ടി. ഇനി വീണ്ടും ആലോചിച്ച് നോക്കിയടേ. ബെസ്റ്റ് ഏതാ? ബെസ്റ്റ് അതായത് ഇതിൽ ബെസ്റ്റ് ഏതാ? കൗണ്ട് ഓൺലി പ്രോട്ടോൺസ്. പ്രോട്ടോൺസിനെ മാത്രം കൗണ്ട് ചെയ്താൽ ദാറ്റ് വാസ് അവർ ബെസ്റ്റ്. മറന്നു പോകല്ലേടേ. നമ്മൾ ജനറലി പറയുമ്പോൾ നമുക്ക് ആരെ പറയാം? പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ന് പറയാം. പക്ഷെ ബെസ്റ്റ് ഒരാളെ പറഞ്ഞാൽ ആരെ പറയണം നിങ്ങൾ? പ്രോട്ടോൺസിനെ മാത്രം പറഞ്ഞാൽ മതി. എന്തുകൊണ്ട്? അതായത് ഒരു രാസപ്രവർത്തന വേളയിൽ ഒരാറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാസപ്രവർത്തന വേളയിൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺസിൻ്റെ എണ്ണം മാറും. നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലോ. ഒരാറ്റം രാസപ്രവർത്തന വേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് മാറ്റം വരുന്നത്? എന്താ? ഇലക്ട്രോൺസ്. അത് തന്നെയാണ്. അപ്പോൾ ഒരാറ്റം രാസപ്രവർത്തന വേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റം വരാം? ഇലക്ട്രോണുകളുടെ എണ്ണം കൂടാം.
അല്ലെങ്കിൽ കുറയാം, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരാറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റ് ആണോ? അല്ല, അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അറ്റോമിക് നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഏതാ? പ്രോട്ടോൺസ് ആണ്. അത് മാത്രം മതി. അതുകൊണ്ടല്ലേ നമ്മൾ പ്രോട്ടോൺസിനെ എന്ത് വിളിച്ചു? പ്രോട്ടോൺ ഈസ് കോൾഡ് ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ്. ശരിയല്ലേ? വിരലടയാളം, ഫിംഗർ പ്രിൻ്റ് കിട്ടിയായിരുന്നോ? ഒരാറ്റത്തിനെ നമ്മൾ നമ്മൾ എന്ത് വിളിച്ചു? പ്രോട്ടോണിനെ എന്ത് വിളിച്ചു? ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ്. ശരിയാണോ? ഫിംഗർ പ്രിൻ്റ് എന്ന് വിളിച്ചു. ആരെയാടെ? പ്രോട്ടോൺ. സെറ്റാണ്. ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞിരുന്നു, ആറ്റങ്ങളെ തമ്മിൽ, ഓർക്കുന്നുണ്ടോ? ആറ്റങ്ങളെ തമ്മിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഫാക്ടർ ഏത്? ഓർക്കുന്നുണ്ടോ? ആറ്റങ്ങളെ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഫാക്ടർ ഏതാ? പ്രോട്ടോൺ. ഓരോ ആറ്റത്തിലും പ്രോട്ടോൺസിൻ്റെ എണ്ണം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പ്രോട്ടോണിനെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത്. മറന്നു പോകല്ലേ, വലിയൊരു കൺസെപ്റ്റാണ്. എന്നാൽ 8ാം ക്ലാസ്സിലെ ബുക്കാണ്. ശരിയാണേ? ആ ബുള്ളിക്ക് നോക്ക്. അറ്റോമിക് നമ്പർ സിമ്പൽ ഏതാ? ഇസഡ് ആണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ, അതല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കാണുന്ന ഇലക്ട്രോണുകൾ നമുക്ക് എന്ത് വിളിക്കാം? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ മറ്റൊരാശയം പറഞ്ഞു, ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ മാത്രം. അതാണ് ഏറ്റവും ബെസ്റ്റ്. പറയുമ്പോൾ ജനറലി രണ്ടും പറയാമെങ്കിലും ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഒരാളെ പറഞ്ഞാൽ ആരെ പറഞ്ഞാൽ മതി? പ്രോട്ടോൺസിനെ മാത്രം എടുത്താൽ മതി. കാരണം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എപ്പോഴും എന്ത് ചെയ്യാതെ മാറാം, ചേഞ്ച് ആകാം. ഒരാറ്റം എടുത്താൽ 2 അവസ്ഥ. ഒന്നുകൂടെ ആലോചിച്ചേ, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്ന് കാണും. അപ്പം മാറ്റാം. നോക്കിയാടെ, ഒരാറ്റം എടുത്താൽ 2 അവസ്ഥ. ഒരാറ്റം എടുത്താൽ 2 അവസ്ഥയുണ്ട്. ഒന്നാമത്തെ അവസ്ഥ ഏതാ? ന്യൂട്രൽ. ഒന്നാമത്തെ അവസ്ഥ ഏതാടേ? ന്യൂട്രൽ. രണ്ടാമത്തെ അവസ്ഥ ഏതാടേ? ചാർജ്ഡ്. ശരിയല്ലേ? നിങ്ങളെ ബോർഡിലേക്ക് നോക്കിയേ. ഒരു ചാർജ്ഡ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് തുല്യമായിരിക്കില്ല. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നു. ഒരു ചാർജ്ഡ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസിന് തുല്യമാകില്ല. എന്നാൽ ഒരു ന്യൂട്രൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർക്ക് തുല്യമായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് തുല്യമായിരിക്കും. കിട്ടിയോ? അപ്പോൾ വ്യത്യാസം മനസ്സിലായോടെ? അപ്പോൾ നമുക്ക് ഒരു ന്യൂട്രൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് തുല്യമായിരിക്കും. ഒരു ചാർജ്ഡ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് തുല്യമായിരിക്കില്ല. കണ്ടീഷൻ ഓക്കെ ആണോടെ? അപ്പോൾ നമുക്ക് പറയാം, നോക്കൂ, കണ്ടീഷൻ കിട്ടി, ഇവിടെയും കണ്ടീഷൻ കിട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരാറ്റത്തിൻ്റെ ന്യൂട്രൽ അവസ്ഥ എടുത്താലും ചാർജ്ഡ് അവസ്ഥ എടുത്താലും നമ്പർ ഓഫ് പ്രോട്ടോൺസിൽ ഒരു മാറ്റമില്ല. പ്രോട്ടോൺസ് പക്ക കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു സാഹചര്യത്തിലും മാറില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഓരോ ആറ്റത്തിലും, മറന്നുപോകല്ലേ, ഓരോ ആറ്റത്തിലും പ്രോട്ടോൺസിൻ്റെ എണ്ണം വ്യത്യാസമായിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കാം. സെറ്റാണോ? നിങ്ങൾ എഴുതി മാറ്റിയായിരുന്നു നിങ്ങൾ? ഓക്കെ അല്ലേ? ക്ലിയർ? എന്താ സിമ്പല്? ക്യാപിറ്റൽ ഇസഡ്. പഠിച്ചോ? അടുത്തവരെ പറഞ്ഞോട്ടേ. മുകളിലേക്ക് നോക്കുക. മാസ് നമ്പർ പരിചയപ്പെട്ടേ. അടുത്ത എന്താ മാസ് നമ്പർ? നമ്മൾ നേരത്തെ ബോർഡിലുണ്ട്. മാസ് നമ്പർ എന്ന് പറയുമ്പോഴ സിമ്പൽ എന്താ? ക്യാപിറ്റൽ എ ആണ്. ബോർഡിലേക്ക് നോക്ക്. ഒരാറ്റത്തിലെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും സമ്മാണ് അല്ലേ. നമ്മൾ നേരത്തെ ഒരു ന്യൂക്ലിയസ് എടുത്തില്ലേ? ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? P+N. P ആരാടേ? പ്രോട്ടോൺ. N ആരാടേ? ന്യൂട്രോൺ. ശരിയല്ലേ? അപ്പോൾ മാസ് നമ്പറിൻ്റെ സിമ്പൽ എന്താ? ക്യാപിറ്റൽ എ ആണ്. ഇസ് എ കോമ്പിനേഷൻ ഓഫ് P+N. P ആരാടേ? പ്രോട്ടോൺ. N ആരാടേ? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസ്. ഇതല്ലേ മാസ് നമ്പർ? ശരിയാ? കഴിഞ്ഞു. ആ ഫിഗർ ഓക്കെ അല്ലേ? സിമ്പിൾ. അതിൻ്റെ നടുക്ക് നോക്ക്. നടുക്കാരാടേ? മാസ് നമ്പർ കോമ്പിനേഷൻ സിമ്പൽ എ ആണ്. ഇസ് എ കോമ്പിനേഷൻ ഓഫ് P+N. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും സമ്മാണ് ഇത് മാസ് നമ്പർ. ലാസ്റ്റ് വൺ ഒന്നുകൂടെ നോക്കിയടേ. ന്യൂക്ലിയോൺസ്. നമ്മളത് ക്വസ്റ്റ്യനായി ചെയ്തു അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ന്യൂക്ലിയോൺസിലെ ഘടകങ്ങൾ ആരൊക്കെ? ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. ന്യൂക്ലിയോൺസും മാസ് നമ്പറും ഒരേ അർത്ഥമാണ്. പഠിച്ചോടെ.
എടേ മാസ് നമ്പറും ന്യൂക്ലിയോൺസും ഒരേ അർത്ഥമാണെന്ന് പഠിക്കുക. കുറച്ച് മുന്നേ ക്വസ്റ്റ്യൻ കണ്ടു നമ്മൾ, ശരിയല്ലേ? കണ്ടു. അപ്പോൾ അറ്റോമിക് മാസ് നമ്പറിൻ്റെ സിമ്പൽ എന്താ? ക്യാപിറ്റൽ എ ആണ്. ഇസ് എ കോമ്പിനേഷൻ ഓഫ് P+N പ്രോട്ടോണുകളിലെ ന്യൂട്രോണുകളിലെ സമ്മാണ് മാസ് നമ്പർ. പഠിച്ചു. അടുത്ത എന്താണ്? മാസ് നമ്പർ സിമ്പൽ ക്യാപിറ്റൽ എ ആണ്. കോമ്പിനേഷൻ ഓഫ് P+N. എടേ മാസ് നമ്പറും ന്യൂക്ലിയോൺസും ഒരേ അർത്ഥമാണ്. കുറച്ച് മുന്നേ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തില്ലേ? അതിൽ പറയുന്നുണ്ട് ഒരു ചോദ്യം, ന്യൂക്ലിയോൺസിലെ ഒരു പ്രസ്താവന ചോദ്യം കൊടുത്തില്ലേ? അതിൽ പറയുന്നുണ്ട് ന്യൂക്ലിയോൺസിലെ ഘടകങ്ങൾ ആരൊക്കെ? ഒന്നുകൂടെ, ന്യൂക്ലിയോൺസിലെ ഘടകങ്ങൾ ആരൊക്കെ? നോക്ക്, ന്യൂക്ലിയോൺസിലെ ഘടകങ്ങൾ ആരൊക്കെയാ? P+N. P ആരാടെ? പ്രോട്ടോൺ. N ആരാടെ? ന്യൂട്രോൺ. ശരിയല്ലേ? അപ്പം ന്യൂക്ലിയോൺസും മാസ് നമ്പറും എന്താ? ഒരേ അർത്ഥമാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പം നിലവിൽ ഇത്രയും കാര്യങ്ങളെ ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് വരിക. ബാക്കി നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ ആ പ്രീവിയസിൽ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴേ ഐസോടോപ്പൊക്കെ പറഞ്ഞില്ല, നമുക്ക് ചെയ്യാം. നമുക്ക് ഐസോടോപ്പിനെ പറ്റിയുള്ള ചോദ്യം അടുത്ത ഒരു പോയിന്റിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് അതെല്ലാം അവിടെ ചേർത്ത് അടുത്തൊരു ക്ലാസ്സിലേക്ക് മിക്സ് ചെയ്യാം. ഐസോടോപ്പും ഐസോബാറും ഐസോടോണൊക്കെ നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങൾ, അതായത് മാസ് നമ്പർ ന്യൂക്ലിയോൺസ് വരെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ടുവരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഐസോടോപ്പും ഐസോബാറും ഐസോടോണും എല്ലാം കൃത്യമായി നമുക്ക് ചെയ്തു വരാം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു.